പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ തുറക്കുന്നതിന് ഹൈക്കോടതിയുടെ അനുമതി. ഇത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി കോടതി അനുവദിച്ചില്ല. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ഹൈക്കോടതി ചോദിച്ചു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും. അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് സി എൻ പ്രകാശ്, സുപ്രധാനമായ നീക്കമാണ് കോടതിയിൽ നിന്നും ഉണ്ടാവുന്നത്. പൂർണ്ണമായും കല്ലറ തുറക്കണമെന്ന് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി നിരാകരിക്കുകയാണോ ചെയ്തത് കോടതി? എന്താണ് കോടതിയുടെ നിലപാട്? പൂർണ്ണമായും നിരാകരിച്ചു എന്ന് പറയാൻ കഴിയില്ല. അടുത്താഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഇടക്കാല ആശ്വാസം നൽകുന്നതിൽ കോടതി വിമുഖത കാട്ടി എന്ന് വേണം വിലയിരുത്താൻ. കാരണം നെയ്യാറ്റിൻകര ഗോപന്റെ ദുരൂഹ മരണത്തിൽ കല്ലറ പൊളിക്കാനുള്ള ആർഡിഒ ഉത്തരവ് ചോദ്യം ചെയ്ത് അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി വന്നത്. ഡയസാണ് കേസ് പരിഗണിച്ചത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് ജഡ്ജി ചോദിച്ചു. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. ദുരൂഹത നീക്കാൻ അന്വേഷണം ആവശ്യമാണെന്നും കോടതി പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. ഹർജി അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കും. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും വീണ്ടും ഈ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ വിനോദ്, പോലീസിന്റെ തടസ്സമായി നിന്നത് അവിടെ ഉണ്ടായ പ്രാദേശിക പ്രതിഷേധവും ഒടുവിൽ ഈ കോടതിയിലേക്ക് കുടുംബം നീങ്ങിയതുമാണ്. കോടതിയിൽ നിന്നും എന്തായാലും കുടുംബത്തിനെതിരെ തിരിച്ചടി ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. അങ്ങനെയെങ്കിൽ കല്ലറ തുറക്കുക അടക്കമുള്ള നടപടിക്രമങ്ങളുമായി ഇനി വേഗത്തിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുമോ? എന്താ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? സൈത്ത്, നമുക്ക് കൊച്ചിയിൽ നിന്ന് വരുന്ന പുതിയ വിവരമനുസരിച്ചാണെങ്കിൽ ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് കോടതി പാസിംഗ് കമൻറ്റ് എന്ന നിലയ്ക്ക് ഉന്നയിച്ച വാദങ്ങളായി കണക്കാക്കേണ്ടി വരും. തീർപ്പായിട്ടില്ലെങ്കിൽ ആ നിലയ്ക്ക് വേണം കാണാൻ. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യം കോടതി ഉന്നയിച്ചു. കുടുംബം നൽകിയ ഹർജിയാണ്. കല്ലറ തുറക്കരുത് എന്ന ആവശ്യം ഉന്നയിച്ച് കുടുംബം നൽകിയ ഹർജിയാണ്. അതിലാണ് കോടതി ചില സംശയങ്ങൾ ചോദിക്കുന്നത്. എവിടെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും. അല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി. അതായത് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഹർജിക്കാരന് ഹാജരാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരുടെ ആവശ്യം തള്ളിക്കൊണ്ട് തന്നെ അന്വേഷണത്തെ പിന്തുണയ്ക്കേണ്ടി വരും എന്ന കാര്യമാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഒരിക്കലും അവർ പറയില്ല. ഹിന്ദു ഐക്യവേദിയുടെ ആള് തന്നെയാണ് ഇതിന്റെ തന്നെയാണ് വ്യക്തമാക്കിയതാണ് ഔദ്യോഗികമായി. ഇല്ല, അങ്ങനായിട്ട് വരാനുണ്ട്. നിങ്ങൾ മാറ്റി പറയുന്ന ഹിന്ദു ഐക്യവേദി ആരാണ്? ഇനി കോടതി നിർദ്ദേശപ്രകാരം പോലീസ് വന്നാലും സമാധിയിൽ തൊടാൻ അനുവദിക്കില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോ എന്ന് പറയുമ്പോ ഇതൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ അച്ഛൻ ഈ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ശിവന്റെ അമ്പലം, അവിടെയാണ് അച്ഛൻ സമാധി ആയിട്ടുള്ളത്. ഇത്രയും പ്രശ്നങ്ങൾക്ക്, അതായത് ഈ സമാധിയായ സ്ഥലത്ത് ഇത്രയും പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള കാരണം ഒരു മീഡിയ ചാനലും ചോദിക്കുന്നില്ല. വരാനായിട്ട് കാരണം ഇതുവരെ ചോദിച്ചിട്ടില്ല. ചേട്ടാ അമ്പലത്തിന്റെ പിന്നെ ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരാളല്ലേ ഇതിപ്പോ എന്റെ അച്ഛൻ. എന്റെ അച്ഛന്റെ സ്ഥലത്തല്ലേ എന്റെ അച്ഛന്റെ സമാധി ഇരിക്കുന്നത്. അപ്പോ ഈ കോവിലിൽ വന്ന് അതിക്രമിച്ച് കയറി വന്നത് അറിയണം. കാര്യം ഇവിടെ വന്ന് ഞാൻ പറഞ്ഞുതരാം ചേട്ടാ. ഇല്ല, വിശ്വംഭരൻ എന്ന ആളല്ല. ഇത്രയും ഈ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തിൽ വന്ന് എന്തിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത് അതെനിക്കറിയണം. വേറെ ആരുമല്ല ചേട്ടാ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നാഗരുടെ കാവുണ്ട്. നാഗരുടെ കാവ് നിങ്ങൾക്കെല്ലാം അറിയാം. നാഗരുടെ കാവ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അമ്പലം. ഈ നാഗരുടെ കാവിനടുത്ത് ഒരു മുസ്ലിമിന്റെ വസ്തുണ്ട്. ഈ മുസ്ലിം ഹിന്ദു ആണല്ലോ ചേട്ടാ. ഞാൻ പറഞ്ഞു തരാം. ചേട്ടാ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ മീഡിയ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇല്ല ചേട്ടാ, ഇല്ല ഞാൻ സമ്മതിക്കില്ല. 100-ല് ചേട്ടാ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം, പ്രധാന പരാതിക്കാരനായ വിശ്വംഭരൻ മുസ്ലിമാണോ? നിങ്ങൾ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ, തിരിച്ചു വയ്ക്കാണ്. അയാൾ മുസ്ലിമാണോ?
അങ്ങനെ പറയരുത്. ചേട്ടാ ഞാൻ ഞാനിപ്പോ പറഞ്ഞുതരാം. ഇപ്പൊ സമാധാനം ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം, ഇതൊരു ആശ്രമമാണ്. അപ്പൊ ഒരു സമാധാനത്തിൽ സംസാരിക്കും. വീടായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മറ്റേ പഞ്ചായത്തിന്റെ നമ്പർ അടക്കം അടിച്ചു. അതുപോലെ താങ്കളുടെ അച്ഛനാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ വെച്ചാൽ മതി? ഞാൻ പറഞ്ഞുതരാം, ഒരു ക്ഷേത്രം പണിയുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ? അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ക്ഷേത്രം വെക്കുമ്പോൾ വെറുതെ വെച്ചാൽ മതിയോ? മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് ഉണ്ട്, ട്രസ്റ്റിന്റെ നമ്പർ ഉണ്ടോ? നിങ്ങൾ ഒരു സ്വകാര്യ സ്ഥാപനം ചേട്ടാ, ഇത് ആലോചിച്ച കാര്യങ്ങൾ വായി പോകുന്ന കാര്യങ്ങളൊന്നും പറയാം. ഒരു വിഷമപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. സ്വകാര്യ സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരൻ കൂടിയാണല്ലോ, കാര്യങ്ങൾ കുറച്ച് ഗൗരവമായി അറിയാവുന്ന ഒരാളാണ്. നിങ്ങളുടെ അച്ഛനാണ് സമാധിയായത്. എനിക്കിപ്പോ അറിയേണ്ടത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കോടതി എടുത്തു ചോദിച്ച കാര്യമുണ്ട്. ഇപ്പൊ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അദ്ദേഹം ഒരു എന്തെങ്കിലും വസ്തുവിന്റെ കാര്യമായാലും, ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യമായാലും, അതിൽ നിങ്ങൾക്ക് ഒരു അവകാശം വേണമെങ്കിൽ അച്ഛന്റെ മരണ സർട്ടിഫിക്കറ്റ് വേണം. അത് ഇപ്പൊ സമാധിയായാലും ദൈവമായാലും എന്തായാലും ഒരു മനുഷ്യൻ രൂപത്തിൽ ജീവിച്ചിരിക്കണമെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അപ്പൊ അദ്ദേഹം മരിച്ചോ ഉണ്ടോ, എങ്ങനെ മരിച്ചെന്ന് ഉത്തരം പറയണം നിങ്ങൾ. എന്റെ അച്ഛൻ മരിച്ചതല്ല, എന്റെ അച്ഛൻ സമാധി ആയതാണ്. അപ്പൊ എന്നാലും മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ എന്നാണ് കോടതി ചോദിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? എനിക്ക് സമാധി സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ടാവുമല്ലോ. അല്ല, അതൊരു ചോദ്യമല്ലേ. ഇതിനുള്ളിലുള്ളത് അച്ഛനാണോ എന്ന് ഉറപ്പുവരുത്തണം. മരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? നിങ്ങളുടെ ഈ ഭൂമിയുടെ സ്വത്ത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പോലും ഭരണ സർട്ടിഫിക്കറ്റ് വേണ്ടേ? ചേട്ടാ, ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഞാൻ പറയാണ്, ഈ ഇപ്പോൾ സമാധാനപരമായിട്ട് പോകുന്ന ഈ അമ്പലത്തില്, ഈ സമാധിയായ എൻ്റെ അച്ഛൻ്റെ ഈ അമ്പലത്തില് എന്താണ് ഇത്രയും പ്രശ്നം വലുതായിട്ട് രൂക്ഷമാകാനായിട്ടുള്ള കാരണം? ഗോപൻ സ്വാമിയുടെ മകന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. കൃത്യമായ കോടതി ചോദ്യത്തോട് കുടുംബത്തിന് മറുപടിയില്ല എന്നതാണ് സാഹചര്യം. എവിടെ മരണ സർട്ടിഫിക്കറ്റ് എന്ന ചോദ്യത്തിന് കുടുംബത്തിന് ഉത്തരമില്ല എന്നതാണ്. കഴിഞ്ഞ ദിവസം കണ്ടതാണ്, അവിടെ നടപടിക്കെത്തിയ പോലീസിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകുന്നു, സംഘടിച്ചെത്തുന്നു, അതിന് ജാതീയമായ പരിവേഷങ്ങൾ നൽകുന്നു, മറ്റു മതവിഭാഗങ്ങളുടെ സമ്മർദ്ദമാണ് ഈ നീക്കത്തിന് ഇടവയ്ക്കുന്നതെന്ന് പറയുന്നു. പുതിയ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നു. എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ മരണം, അതിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ വ്യക്തത വേണ്ടി വരും. അതിന് അന്വേഷണം നടക്കണം, പോസ്റ്റ്മോർട്ടം നടക്കണം. അതിന് സ്വാഭാവികമായും കല്ലറ തുറന്നേ മതിയാവൂ എന്നതാണ് സാഹചര്യം. എന്തായാലും കുടുംബത്തിൻ്റെ ഹർജി തള്ളി എന്നതാണ് നിലവിലെ സാഹചര്യം. വിനോദ്, നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് വേഗത്തിൽ മുന്നോട്ട് പോകാം. ഈ കോടതി ഹർജി തീർപ്പാക്കുന്നതുവരെ കാത്തു നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? സൈത്ത് വിധി പൂർണ്ണമായും പുറത്തു വരേണ്ടതുണ്ട്. ഈ അടുത്ത ആഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമെന്ന് പറയുമ്പോൾ ഏത് തരത്തിലാണ് ഇപ്പോഴത്തെ നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കല്ലറ ഇപ്പോൾ തന്നെ തുറക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ ഈ വിധി പകർപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്ന ശേഷമേ മനസ്സിലാക്കാൻ കഴിയൂ. ഏതായിരുന്നാലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കല്ലറ തുറക്കും. അത് തുറക്കാതിരിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. അത്തരം കാര്യങ്ങൾ തന്നെയാണ് കോടതി നിരീക്ഷണമായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. നാട്ടുകാരുടെ പരാതിയാണ്. അതിൽ മതധ്രുവീകരണമൊക്കെ കൊണ്ടുവരാനുള്ള പല ശ്രമങ്ങൾ നടന്നു. കഴിഞ്ഞ ദിവസമുണ്ടായ പ്രതിഷേധങ്ങളെല്ലാം പ്രേക്ഷകർ കണ്ടതാണ്. അതിനൊക്കെ അപ്പുറത്താണ് നിയമം. ഒരാൾ മരിക്കുന്നു, ആ മരണത്തിൽ നാട്ടുകാർക്ക് സംശയമുണ്ട്, വീട്ടുകാരാകട്ടെ ഉരുണ്ട് കളിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും എന്ന് കോടതി പറയുന്നു. അങ്ങനെ അല്ലെങ്കിൽ അന്വേഷണം തടയാനാകില്ല. അതായത് ഇവർ ഉന്നയിക്കുന്ന വാദം ഇത് സ്വാഭാവികമായി ഉണ്ടായ സമാധിയാണ്, അതിന് അനുബന്ധമായ സർട്ടിഫിക്കറ്റോ മറ്റു രേഖകളോ ഇല്ലാത്ത പക്ഷം ഈ അന്വേഷണം തടയാനാവില്ല എന്ന് അസന്നിഗ്ധമായി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. കല്ലറ തുറക്കുന്നത് അന്വേഷണത്തിൻ്റെ ഭാഗമാണെന്ന പരാമർശം ഉണ്ടായിരിക്കുന്നു. FIR രജിസ്റ്റർ ചെയ്യാനും കല്ലറ തുറക്കാനും പോലീസിന് അധികാരമുണ്ട്. അതായത് ഇതൊരു കേസ് തന്നെയാണ്, പ്രഥമദൃഷ്ട്യാ ഒരു കേസായി തന്നെ പരിഗണിച്ചുകൊണ്ട് ഒരു FIR രജിസ്റ്റർ ചെയ്ത് പോലീസിന് മുന്നോട്ട് പോകാം. അന്വേഷണത്തിൽ മറ്റു കുഴപ്പമൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും ആ FIR റദ്ദാവുന്നതുമാണ്. പക്ഷേ ഇവിടെ അന്വേഷണം വേണമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന കാര്യം കൂടി ഈ കോടതി വിധിയിലൂടെ വ്യക്തമാക്കുകയാണ്. സജിത്ത്, യെസ്, എന്തായാലും അവിടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത നീക്കാൻ അന്വേഷണ സംഘത്തിന് കോടതിയിൽ നിന്നും അനുകൂല